നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണെങ്കിൽ മുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അയില ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. വലിയ അയിലയാണെങ്കിൽ നമുക്കിതുപോലെ മുറിച്ചെടുക്കാം. ചെറിയ അയിലയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കറിവേപ്പില, തക്കാളി, പച്ചമുളക്, പിന്നെ ചെറിയ സവോളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതാണ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ്, നല്ല വാളൻപുളി പിഴിഞ്ഞത്. പിന്നെ നമുക്ക് അയിലയിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി കഷ്ണാക്കിയത്, സവോള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം മുറിച്ചതാണ്. പിന്നെ നമുക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കറിവേപ്പില നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 സ്പൂണ് മുളക് പൊടി, എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് ഇടാം കേട്ടോ. നമുക്ക് മുളകിൻ്റെ കുത്തെടുക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമില്ലേ അത് ചേർക്കാം. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തിരുമ്പാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ചുവന്നുള്ളി ചേർത്തിട്ട് നമുക്ക് മൂപ്പിച്ച് ചേർക്കാം. ചുവന്നുള്ളിയുടെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോഴാണ് അതുപോലെ ഉള്ളി മൂപ്പിച്ചൊഴിക്കുക. പക്ഷെ മുളകിട്ട കറിയിലേക്കും ഉള്ളി മൂപ്പിച്ചൊഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് മൂത്ത് കഴിയുമ്പോൾ നമ്മളുടെ റെഡി ആയിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കാം. എനിക്ക് ഈ കറി നല്ല റെഡ് കളറാണ്. ഇത് വെളിച്ചത് കാരണമാണ് ഇങ്ങനത്തെ കളറായി കാണുന്നത്. നല്ല റെഡിഷ് കളറാണ് കേട്ടോ കറി.